ഹലോ, ഇന്നത്തെ റെസിപ്പി ഒരു അവിൽ മിൽക്ക് എങ്ങനെ സിമ്പിളായിട്ട് വീട്ടിൽ തയ്യാറാക്കാം എന്നുള്ളതാണ്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒരു ലൈക്ക് തരാനും ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് തോന്നുവാണെങ്കിൽ ഒരു ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ടൊന്ന് എൻ്റെ കമൻറ്റ് ബോക്സിലൊന്ന് രേഖപ്പെടുത്തുകയും കൂടി വേണേ. എന്നാൽ നമുക്ക് എങ്ങനെ ഒരു അവിൽ മിൽക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. നമുക്കപ്പോൾ അവിൽ മിൽക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം അവൽ കുറച്ചെടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അവലൊന്ന് വറുത്തെടുക്കാം. നമ്മൾ ഈ വെള്ള അവൽ എടുക്കരുത്. നമ്മൾ ഈ മട്ടേരിയയിൽ ഈ ചുമന്ന അവലുണ്ടല്ലോ, ആ അവൽ വേണം റോസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുക്കാൻ. അതിനകത്ത് വേറെ ഒന്നും ഒഴിച്ചു കൊടുക്കുകയോ ഒന്നും ചെയ്യരുത്. ചെറിയ തീയിലിട്ട് ഇതൊന്ന് ഒരുവരാന്നൊരു മുരിഞ്ഞ നല്ല ഫ്രൈ പോലെ വരുമല്ലോ, ക്രിസ്പ് പോലെ, അതുവരെ ഒന്ന് വറുത്തെടുക്കാം. മതി. നമ്മുടെ അവലിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് മൂത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. എന്നാൽ ഇതാണ് പരുവം. ഇങ്ങനെ എടുത്താണ് ഇങ്ങനെ പൊടിഞ്ഞു പോകും കേട്ടോ. ഈ ഒരു പരുവത്തിൽ വേണം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കപ്പലണ്ടി വറുത്തെടുക്കാം. കപ്പലണ്ടി ഒന്ന് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. റോസ്റ്റ് ചെയ്ത് കപ്പലണ്ടി കിട്ടുവാണെങ്കിൽ നമുക്ക് അത്രയും നല്ലത്. ഇതിപ്പോൾ നമ്മൾ ചെറിയ തീയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ചുമന്ന് വരുന്ന വരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. കപ്പലണ്ടി നമ്മളിവിടെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. അവിൽ മിൽക്കിന് നമുക്ക് മെയിനായിട്ടും വേണ്ടത് പാളയംകോടൻ പഴമാണ്. ഞാനിപ്പോൾ ഇവിടെ 3 പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. ചെറുതാണെന്നുണ്ടെങ്കിൽ 4 എണ്ണം എടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു കവർ പാലാണ് എടുത്തിരിക്കുന്നത്. അതിനുവേണ്ടി 3 പാളയംകോടൻ പഴം എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ തൊലി കളഞ്ഞിട്ട് എടുത്തിട്ട് വരാം. പഴം ഇപ്പോൾ ഇവിടെ ഞാൻ തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു 4 തൊട്ട് 5 ടേബിൾ സ്പൂൺ വരെ നമുക്ക് പഞ്ചസാര എടുക്കാം. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനി ഇത് ഒന്നുകിൽ ഒരു സ്പൂണോ അല്ലെങ്കിൽ ഒരു ഫോർക്കോ വെച്ച് നന്നായിട്ട് ഉടച്ചുടച്ച് മിക്സിയിലിട്ട് അടിക്കരുത്. നമ്മുടെ വീട്ടിൽ ഇങ്ങനെ ഒരു വിസ്ക് ഉണ്ടെങ്കിൽ അതിട്ടാണെങ്കിൽ നമുക്ക് ഇങ്ങനെ നന്നായിട്ട് പഴവും പഞ്ചസാരയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സിയിലിട്ട് ഒരിക്കലും അടിക്കരുത്. കാരണം മിക്സിയിലിട്ട് അടിച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അരഞ്ഞു പോകും. നമുക്കിത് അരഞ്ഞു പോകണ്ട, ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ വേണം ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം ഇപ്പം പഴവും പഞ്ചസാരയും നന്നായിട്ട് കൂട്ടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ട, ചെറിയ തരികളായിട്ട് ഇതിൽ ഇങ്ങനെ കിടക്കണം. ഇങ്ങനെ നമുക്ക് അവിൽ മിൽക്ക് കഴിക്കുമ്പോൾ പഴമൊക്കെ കടിക്കാൻ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് വേണ്ടത് ഞാൻ ഒരു കവർ പാൽ, അതായത് ഒരു കവർ പാല് ഫ്രിഡ്ജ് വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കുക. ഇതും കാച്ചിട്ടൊന്നുമില്ല, കാരണം കവർ പാലാണ്. നമുക്കും പശുവും പാൽ, അതായത് വീടുകളിൽ നിന്ന് മേടിക്കുന്ന പാലാണ് എടുക്കുന്നതെങ്കിൽ നന്നായിട്ട് കാച്ചി തണുപ്പിച്ചെടുക്കണം. ഇതിപ്പോൾ നമുക്ക് പാസ്ചറൈസ് ചെയ്തതായതുകൊണ്ട് ഞാനിപ്പോൾ നന്നായിട്ട് തണുപ്പിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമുക്കിത് ഫ്രിഡ്ജ് വെച്ച് തണുപ്പിച്ചതിന് ശേഷം കുടിക്കാവുന്ന ഒരു ഡ്രിങ്ക് അല്ല. കാരണം നമ്മൾ അവൽ ആ ക്രിസ്പിനെസ് അങ്ങ് പോകും, അവലങ്ങ് അലിഞ്ഞു പോകത്തില്ലേ. അതുകൊണ്ടാണ് നമുക്ക് നന്നായിട്ട് ഐസ് കട്ട ഇതിനകത്ത് അങ്ങനെ ഉപയോഗിക്കത്തില്ല. നമുക്ക് പഴവും ഒന്ന് നമ്മൾ ഉണ്ടാക്കുന്നതിന് മുമ്പ് ഒന്ന് പൊളിച്ച് ഫ്രിഡ്ജ് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയും കൂടെ നമുക്ക് തണുപ്പ് കിട്ടും. ഇതിപ്പോൾ പാല് നന്നായിട്ട് ഞാൻ ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് ഫ്രീസറിലൊന്ന് വെച്ചതായതുകൊണ്ട് നല്ലതായിട്ട് നമുക്ക് തണുപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന കപ്പലണ്ടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അവൽ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ, നമ്മുടെ അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പക്ഷെ നല്ല ഒരു സമ്മർ ഡ്രിങ്കാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ഒരു ഡ്രിങ്കാണ്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഒരു ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് അവലും കുറച്ച് കപ്പലണ്ടിയും കൂടി മുകളിലിട്ട് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മുടെ അവിൽ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടവർക്ക് ബൂസ്റ്റോ ഹോർലിക്സോ ഇട്ട് കൊടുക്കാം. പക്ഷേ ഞാനത് ഇട്ട് കൊടുക്കാൻ പറയത്തില്ല, കാരണം നമ്മൾ ബൂസ്റ്റോ ഹോർലിക്സോ ഇട്ട് കൊടുക്കുമ്പോൾ ഷാജയുടെ ആ ഒരു ടേസ്റ്റിലേക്ക് പോകും. ഇതിങ്ങനെ തന്നെ തയ്യാറാക്കി നോക്കുക. കാരണം അവിൽ മിൽക്ക് എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഇതിലേക്ക് കൂടുതൽ വേണ്ടത് അവലല്ലേ. അപ്പം നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ബൂസ്റ്റോ ഹോർലിക്സോ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനത്തെ റെസിപ്പികളൊക്കെ വേണമെന്നുള്ളവർക്കും ഇങ്ങനത്തെ റെസിപ്പികൾ ഇഷ്ടപ്പെടുന്നവർക്കും
എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് വരുന്നിടം വരെ താങ്ക് യു.